വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിലെ ലഹരി വ്യാപനം തടയുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഏപ്രിൽ മധ്യത്തോടെയാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുക. എയർപോർട്ടിലും സീപോർട്ടിലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലഹരി പരിശോധന ശക്തമാക്കും. സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ദൃഢമാക്കണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കമലേഷിന്റെ വിശദമായ റിപ്പോർട്ടുമായി. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ലഹരി ഉപയോഗം വ്യാപകമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭാ ഹാളിൽ ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നത്. ഈ യോഗത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ പ്രമുഖരായ ആളുകൾ പ്രതിനിധികളായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഏറെ വൈദഗ്ധ്യമുള്ള ആളുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. അവരുടെ ആശയങ്ങളും ആശങ്കകളും എല്ലാം ഈ യോഗത്തിൽ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ വിപുലമായ ഈ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ ലഹരി എന്ന് പറയുന്ന വിപത്ത് വ്യാപകമായി പ്രധാനമായും ഈ ലഹരി സംഘങ്ങൾ വിദ്യാർത്ഥികളെയാണ് നോട്ടമിടുന്നത്. അവരുടെ അതായത് ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി കുട്ടികൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പഴയ കാലത്തെ കുട്ടികളല്ല പുതിയ കാലത്തെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ അധ്യാപകർ അവരെ നല്ല നിലയിൽ കൂടെ നിർത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ഈ യോഗത്തിന്റെ ഒരു ഉൽപ്പന്നമായി പുറത്തു വന്നിട്ടുള്ളത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിനാവശ്യമായ ഒരു കർമ്മ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കുകയാണ്. അതോടൊപ്പം വ്യക്തമാണ് കമലേഷ്.